കുംഭമേളയിൽ 82 പേർ കൊല്ലപ്പെട്ടെന്ന് BBC റിപ്പോർട്ട്. സർക്കാർ പുറത്തുവിട്ടത് 37 പേർ കൊല്ലപ്പെട്ടുവെന്ന കണക്ക് മാത്രമാണ്. ആ സമയത്ത് തന്നെ വലിയ വിവാദമുണ്ടാക്കിയ ഒന്നാണിത്. കുംഭമേളയിൽ ആദ്യമുണ്ടായ ഈ സ്റ്റാമ്പേഡിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് പറയാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. ഇപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ശരിയാവണ്ണമുള്ള കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല എന്ന വലിയ വിമർശനം ഉയർത്തുകയും ഒരു വസ്തുത പുറത്തുകൊണ്ടുവരികയും ചെയ്യുന്നു അന്താരാഷ്ട്ര മാധ്യമമായ BBC. സജു തോമസ് കൂടുതൽ വിവരങ്ങളുമായി. സജു, BBC കണ്ടെത്തുന്നത് എന്താണ്? നിഷാദ്, കുംഭമേളയുമായി ബന്ധപ്പെട്ട വലിയ ഒരു റിപ്പോർട്ടിംഗ് ആണ് ഇപ്പോൾ BBC പുറത്തുവിട്ടിരിക്കുന്നത്. 82 പേരെങ്കിലും, ഏറ്റവും കുറഞ്ഞത് 82 പേരെങ്കിലും അവിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും വിട്ട് കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് BBCയുടെ അന്വേഷണത്തിലൂടെ BBC കണ്ടെത്തിയിരിക്കുന്നത്. അതായത് UP സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലും പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ 37 പേരുടെ മരണമാണ് സർക്കാർ സ്ഥിരീകരിച്ചത്. ഈ കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപയാണ് ധനസഹായമായിട്ട് ഉത്തർപ്രദേശ് സർക്കാർ നൽകിയത്. പക്ഷേ ഈ BBC 82 ഗ്രാമങ്ങളിൽ നടത്തിയ അന്വേഷണങ്ങളിലാണ് ഏറ്റവും കുറഞ്ഞത് 82 പേരെങ്കിലും, അതായത് 80-ൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ BBC പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട UP സർക്കാർ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പരിപാടിയായിട്ട് UP സർക്കാർ മാറ്റിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വലിയ തിക്കിലും തിരക്കിലും പെട്ടുള്ള മരണസംഖ്യ ഉയർന്നത്, അതിനെപ്പറ്റി യാതൊരു അക്ഷരം പോലും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മിണ്ടിയിരുന്നില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയരുകയാണ്. എന്തായാലും SP അധ്യക്ഷൻ അഖിലേഷ് യാദവ് അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം ഉയർത്തുകയാണ്. എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും പറയാത്തത് എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. 7000 കോടി രൂപ ചെലവഴിച്ച് വലിയ ഒരു പരിപാടി നടത്തി അതിനെ കൃത്യമായിട്ടുള്ള മേൽനോട്ടം വഹിക്കാൻ സർക്കാരിനോ പോലീസിനോ ആകാത്തതിന്റെ ഫലമാണ് ഇത്തരത്തിലധികം ഒരു വലിയ മരണസംഖ്യ ഉണ്ടായെന്നാണ് ഇപ്പോൾ BBCയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും BBC ഇന്നാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അവരുടെ വാർത്തയിൽ അവർ ഏറ്റവും കൂടുതലായി പറയുന്നത് ഏകദേശം 37 വീടുകൾ അവർ സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഈ കണക്കുകൾ, ഈ 37 കുടുംബങ്ങളെ മരണപ്പെട്ടവരുടെ പട്ടികയിൽ UP സർക്കാർ പെടുത്തിയിട്ടില്ലെന്നും ഇവർക്ക് 5 ലക്ഷം രൂപ മാത്രമാണ് നഷ്ടപരിഹാരമായി നൽകിയിട്ടുള്ളതെന്നുള്ള കണക്കുകളാണ് BBC പുറത്തുവിട്ടിരിക്കുന്നത്. സർക്കാർ കണ്ടെത്തിയ 37 കുടുംബങ്ങളിൽ അവർക്ക് 25 ലക്ഷം രൂപയാണ് ഉത്തർപ്രദേശ് സർക്കാർ നഷ്ടപരിഹാരമായി നൽകിയത്. പക്ഷേ BBC കണ്ടെത്തിയ റിപ്പോർട്ടിൽ BBC പറയുന്നത് 82 പേരുടെ മരണമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിലും ഉയരാമെന്നുള്ള റിപ്പോർട്ടാണ് BBCയുടെ പക്കലുള്ളത്. എന്തായാലും BJP സർക്കാർ അല്ലെങ്കിൽ UP സർക്കാർ വലിയ രീതിയിലൊരു പദ്ധതിയായിട്ട് മഹാകുംഭമേളയെ കൊട്ടി ആഘോഷിക്കുമ്പോൾ അതിൽ 82 പേരുടെ ജീവൻ പൊലിഞ്ഞതുമായി ബന്ധപ്പെട്ട് യാതൊരു കണക്കുകളും UP സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. 37 പേരുടെ മരണം മാത്രമാണ് നിലവിൽ UP സർക്കാരിന്റെ കണക്കുകളിൽ പുറത്തു വന്നിട്ടുള്ളത്. നിഷാദ്, BBC റിപ്പോർട്ടിനോട് സർക്കാർ പ്രതികരിക്കുന്നുണ്ടോ സജു? നിഷാദ്, ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രതികരണത്തിലും സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. BBCയുടെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ അവർ വിവിധ ഗ്രാമങ്ങളിൽ നടത്തിയ ഒരു എൻക്വയറിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് BBC ഒരു വാർത്തയായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രതിനിധികളുടെ ഭാഗത്തുനിന്നോ യാതൊരു പ്രതികരണവും നിലവിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അഖിലേഷ് യാദവ് ഒരു വിമർശനം ഉയർത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സർക്കാർ ഇതുവരെ മൗനം പാലിച്ചത്? കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള ഒരു ആക്ഷേപം ഇപ്പോൾ അഖിലേഷ് യാദവ് അടക്കമുള്ള ഉയർത്തിയിരിക്കുകയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളും വലിയ വിമർശനം ഉയർത്തിയിരുന്നു. കൃത്യമായിട്ടുള്ള മേൽനോട്ടത്തിന്റെ ഒരു അതായത് അത് നടത്താൻ UP സർക്കാർ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഈ മരണസംഖ്യ ഉയർന്നതെന്നുള്ളതാണ് ആദ്യ കണക്കുകൾ പുറത്തു വന്നത്. അന്ന് പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഏകദേശം 50 പേരുടെ മരണമെങ്കിലും ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ആദ്യത്തെ കണക്കുകൾ പുറത്തു വന്നത്. പക്ഷേ ഇപ്പോഴാണ് BBC കൃത്യമായിട്ടുള്ള പരിശോധന എൻക്വയറി നടത്തി വിവിധ ഗ്രാമങ്ങളിൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 82 പേരെങ്കിലും, ഏറ്റവും കുറഞ്ഞത് 82 പേരെങ്കിലും മരണപ്പെട്ടു എന്നുള്ള വിവരം BBC ഇപ്പോൾ ഒരു ഔദ്യോഗിക വാർത്തയിലൂടെ ഇപ്പോൾ അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ അവർ ഏറ്റവും എടുത്തു പറയുന്നത് ഈ മരണപ്പെട്ടവർ ബാക്കി, അതായത് 37 പേർക്ക് ഉപരിയായിട്ട് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ മാത്രമാണ് സർക്കാർ ധനസഹായം നൽകിയിരിക്കുന്നത്. ഇവരെ മരണപ്പെട്ടവരുടെ പട്ടികയിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നൽകേണ്ടത് UP സർക്കാരാണ്. കൃത്യമായിട്ട് ഏകദേശം 70,000-ലധികം പേരാണ് കുംഭമേളയിൽ പങ്കെടുത്തതെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് UP സർക്കാർ കൃത്യമായിട്ടുള്ള വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല. വരും മണിക്കൂറുകളേറെ നിർണായകമായി മാറുകയാണ്. പ്രത്യേകിച്ച് 82 പേരുടെ മരണത്തിലേക്ക് സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് യാതൊരു കണക്കുകളുമില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ UP സർക്കാരിനെതിരെ കൂടുതൽ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നിഷാദ്.
ഓക്കെ, ഇതിനകത്ത് സജു, തുടക്കം മുതൽ തന്നെ സർക്കാർ സ്വീകരിച്ച സമീപനം വളരെ ശ്രദ്ധേയമാണ്. ആദ്യം ഈ സ്റ്റാമ്പേഡുമായി ബന്ധപ്പെട്ട തിക്കും തിരക്കുമായി ബന്ധപ്പെട്ട അപകടവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക. അതിൽ എത്ര പേർക്ക് ജീവാപായം ഉണ്ടായെന്ന ചോദ്യത്തിന് തുടക്കം മുതൽ തന്നെ സർക്കാർ മറുപടി പറയുന്നുണ്ടായിരുന്നില്ല. ഗവൺമെന്റ് എന്തിനു വേണ്ടിയായിരുന്നു പരിശ്രമിച്ചത്? എന്നുവെച്ചാൽ മഹാകുംഭമേള എല്ലാ അർത്ഥത്തിലും വളരെ സക്സസ്ഫുള്ളായി ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നു, ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു, ഒരു തിക്കും തിരക്കുമില്ല, ആർക്കും ഒരു അത്യാഹതവുമില്ല എന്ന് സ്ഥാപിക്കാനാണോ സർക്കാർ ഇതെല്ലാം മറച്ചു വെച്ചത്? എന്താണ് സംശയിക്കേണ്ടത്? നിഷാദ്, അങ്ങനെ തന്നെയാണ്. അതായത് ആദ്യത്തെ കണക്കുകൾ പുറത്തു വന്ന ആ മുറയ്ക്ക് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് 20-നും 27-നും ഇടയ്ക്ക് മാത്രമാണ് മരണം എന്നുള്ളതാണ്. അതായത് ഫെബ്രുവരി അവസാനത്തോടു കൂടിയാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ആദ്യമേ വരാൻ തുടങ്ങിയത്. മാർച്ച് മാസം പകുതിയോടുകൂടിയാണ് ഇത് ഒരു 32 എന്ന നിലയിലേക്ക് സർക്കാർ എത്തിയത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് യാതൊരു കണക്കുകളുമായി ബന്ധപ്പെട്ട് അതിൽ എത്ര പേർ മരണപ്പെട്ടു എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള വിവരം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല, അല്ലെങ്കിൽ ഉണ്ടായിട്ട് പോലും സർക്കാർ പുറത്തുവിടാതാണോ എന്നുള്ള സംശയം ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതായത് ഇപ്പോൾ BBC നേരിട്ട് നടത്തിയ അന്വേഷണത്തിലാണ് 82 പേരുടെ ജീവൻ പൊലിഞ്ഞു എന്നുള്ള വാർത്ത BBC ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് വിവിധ ഗ്രാമങ്ങളിൽ അവർ നേരിട്ട് പോയി അന്വേഷണം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ആ ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് ഇനി ഉത്തരം പറയേണ്ടത് UP സർക്കാരാണ്. പ്രത്യേകിച്ച് വലിയ രീതിയിൽ, അതായത് മഹാകുംഭമേള, വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേളയിൽ കോടിക്കണക്കിന് ആൾക്കാരാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലേക്ക് എത്തിയത്. അത് വളരെ ഒരു വിജയമായി മാറിയെന്നും അതിൽ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും വലിയ ഊറ്റം കൊള്ളുമ്പോൾ അതിൽ ഇത്ര വലിയൊരു സംഭവം ഉണ്ടായി. തെക്കിലും തിരക്കിലും പെട്ട് 80-ലധികം പേർ, 82 പേരോളം മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഒരു വാർത്താ ഏജൻസി അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം പുറത്തുവിടുമ്പോൾ ആ മാധ്യമ സ്ഥാപനത്തിന്റെ വാർത്തയോട് പ്രതികരിക്കാൻ ഇതുവരെയും ഉത്തർപ്രദേശ് സർക്കാരോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരോ ഇതുവരെയും തയ്യാറായിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിമർശനങ്ങൾ ഇപ്പോഴും ഉയരുകയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസും അതുപോലെ SP അടക്കമുള്ള പാർട്ടികൾ കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ അന്ന് തന്നെ ഉയർത്തിയിരുന്നു. അതായത് കൃത്യമായിട്ടുള്ള ഒരു വീഴ്ച സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള മേൽനോട്ടക്കുറവ്, അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളുടെ, പ്രത്യേകിച്ച് ഈ ദുരന്തനിവാരണ സേന അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള വീഴ്ച ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് ഈ മരണസംഖ്യ ഉയർന്നത് എന്നുള്ള ഒരു വിമർശനമാണ് ആദ്യമേ ഉയർത്തിയിരുന്നത്. അതിലെങ്ങും ഈ കണക്കുകളെ പറ്റിയുള്ള കൃത്യമായിട്ട് വിവരം ഉണ്ടായിരുന്നില്ല. 30 മുതൽ 32 പേർ എന്നുള്ള ഒരു കണക്ക് മാത്രമായിരുന്നു ഉത്തർപ്രദേശ് സർക്കാർ ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ടത്. പക്ഷേ ഇപ്പോഴാണ് BBC നേരിട്ട് നടത്തിയ അന്വേഷണത്തിലാണ് 82 പേർ, ഏറ്റവും കുറഞ്ഞതാണ് ഏറ്റവും കുറഞ്ഞ കണക്കുകളിൽ 82 പേരുടെയെങ്കിലും ജീവൻ പൊലിയുന്ന ഒരു സംഭവമായിട്ടാണ് ഉത്തർപ്രദേശിലെ കുംഭമേള അന്ന് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ BBCയുടെ അന്വേഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കണക്കിൽപ്പെടാത്തവർക്ക് 5 ലക്ഷം രൂപ മാത്രമാണ് ഈ ഉത്തർപ്രദേശ് സർക്കാർ നൽകിയിരിക്കുന്നത്. കണക്കിൽപ്പെട്ട 37 കുടുംബങ്ങൾക്ക് മാത്രമാണ് 25 ലക്ഷം രൂപ നൽകിയിരിക്കുന്നത്. അതിൽ വലിയ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ആക്ഷേപം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയരാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ പാർലമെന്റ് സമ്മേളനമൊക്കെ വരാനിരിക്കെ ഇത് വലിയ പാർലമെന്റിൽ പ്രതിപക്ഷം വലിയൊരു ആയുധമാക്കാൻ തന്നെയാണ് സാധ്യത. ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ വലിയൊരു ആയുധമാക്കി മാറ്റാനാണ് ഉത്തർപ്രദേശിലെ തെക്കിലും തിരക്കിലും വിട്ട് 82 പേർ, കുംഭമേളയ്ക്കിടെ 82 പേർ മരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ BBC പുറത്തുവിട്ടിരിക്കുന്നത്. ശരി, സജു തോമസ് ആണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മഹാകുംഭമേളയിൽ 80-ലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് BBCയുടെ റിപ്പോർട്ട്. BBC കൊല്ലപ്പെട്ട ആളുകളുടെ വീടുകളിൽ സന്ദർശനം നടത്തി അവരുടെ വീട്ടുകാരുടെ പ്രതികരണങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ കണക്കിൽ 30-ലധികം ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കണക്കിൽപ്പെട്ടവരുടെ എല്ലാം കുടുംബാംഗങ്ങൾക്ക് 25 ലക്ഷം രൂപ വീതം കൊടുക്കുന്നു. അതേസമയം കണക്കിൽപ്പെടാത്തവർക്ക്, ഔദ്യോഗികമായി സർക്കാർ പട്ടികപ്പെടുത്തി പ്രസിദ്ധീകരിക്കാത്ത വീടുകളിലുള്ളവർക്ക് 5 ലക്ഷം രൂപ മാത്രം കൊടുത്ത് അവരെ കണക്കിൽ നിന്ന് വെട്ടിക്കളയുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ കഴിഞ്ഞ തവണ കുംഭമേള നടത്തിയപ്പോൾ അവിടെ വലിയ തോതിലുള്ള അതിന്റെ ഓർഗനൈസിംഗിൽ, അതിന്റെ ആസൂത്രണത്തിലും അതിന്റെ നടത്തിപ്പിലും വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നാം എല്ലാവരും കണ്ടതാണ്. ട്രെയിനുകളിൽ യാത്രാ പ്രശ്നം നേരിടുന്നത്, അവിടെ മതിയായ ടോയ്ലറ്റുകളില്ലാത്ത പ്രശ്നം, അവിടെ ഉണ്ടായിരുന്ന തിക്കിലും തിരക്കിലുള്ള പ്രശ്നം, ഇതൊക്കെ നമ്മൾ കണ്ടു. VIP ഏരിയ ഒഴികെ ബാക്കി എല്ലായിടത്തും മനുഷ്യൻ ഭീകരമായ പ്രശ്നങ്ങൾ അനുഭവിച്ചതാണ്. അത് പക്ഷേ അഡ്മിറ്റ് ചെയ്യാൻ സർക്കാർ തയ്യാറായില്ല. തിക്കിലും തിരക്കിലും 87 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരം ഇപ്പോൾ BBC വീടുകൾ സന്ദർശിച്ചുകൊണ്ട് തയ്യാറാക്കി നൽകുന്നു. എന്ന് മാത്രമല്ല, അതിക്രൂരമായ വിവേചനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. സർക്കാർ ഉണ്ടാക്കിയ ഒരു കണക്കിൽപ്പെട്ടവർക്ക് തുക, അതിന്റെ 5-1 തുക മാത്രമാണ് കണക്കിൽ ഉൾപ്പെടുത്താത്ത ആളുകൾക്ക് കൊടുത്തത്. എല്ലാവർക്കും സംഭവിച്ചത് ഒരേ നഷ്ടമായിരുന്നിട്ട് കൂടി. ശരിയായ കണക്കുകൾ പുറത്തുവിടുന്നതിൽ, വസ്തുത പറയുന്നതിൽ, ശരിയായ ഡാറ്റ സമൂഹത്തിന് മുമ്പിൽ വെക്കുന്നതിൽ കഴിഞ്ഞ 10 വർഷമായി BJP സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് നാം പലകുറി കണ്ടിട്ടുള്ള ഒരു വ്യാജം, കള്ളത്തരം ഒരിക്കൽ കൂടി കാണുകയാണ്. മനുഷ്യ ജീവനെ സർക്കാർ എങ്ങനെ പരിഗണിക്കുന്നു ഒരു BJP ഭരണകൂടം എന്നതിലുള്ള ശരിയായ കാഴ്ചയായി മാറുകയാണ്. ഇനി ഈ BBC എങ്ങനെയാണ് സർക്കാർ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നത് അടുത്തത് കാണണം.